Warm greetings to everyone gathered here for SkillSprint 2025, an initiative by JCI Triprayar to learn, grow, and empower through weekly knowledge-packed sessions. This is our 15th session, and it's truly a special one dedicated to a topic that matters deeply in today's fast-paced world: teen stress management. We are honored to welcome Ms. Jyoti Dinesh, a seasoned professional with over 7 years of experience as a counseling psychologist. She also serves as a higher secondary school teacher, making her insight into the teenage mind both academic and real world. Her academic credentials include a diploma in multiple therapies like family therapy, behavioral therapy, addiction therapy, hypnotherapy, and an MPhil in psychotherapy. She is a state resource person with SCERT, a former All India radio presenter, and is widely appreciated as a speaker and trainer. Let us welcome Ms. Jyoti Dinesh as, as she helps us unlock the secrets to helping our teens manage stress and grow with confidence. Over to you, madam. താങ്ക് യു. നമ്മൾ കൗമാരക്കാരുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണ് എന്ന് നമ്മൾ ഇവിടെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. വലിയ സന്തോഷം ഇത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് കിട്ടിയതിൽ. ആദ്യം നമുക്ക് ഈ സെഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഐഡന്റിഫൈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അഡൾട്ട്സ് മെന്റൽ ഹെൽത്ത്. കൗമാരക്കാരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ അവരുടെ തന്നെ മാനസികാരോഗ്യം സെൽഫായിട്ട് വിലയിരുത്താൻ അവരെ സഹായിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ട് നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കണക്കാക്കുന്നത്. എന്താണ് മാനസികാരോഗ്യം എന്നുള്ളതാണ്. അത് ശരിക്കും യുനെസ്കോ പറയുന്നത് അത് കേവലം രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അത് കൗമാരക്കാരുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവും വൈകാരികവും സാമൂഹ്യവുമായിട്ടുള്ള അവരുടെ എല്ലാ ശേഷികളും തിരിച്ചറിയാനും തന്നോടും സഹജീവികളോടും ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി പെരുമാറാനും നമ്മുടെ തന്നെ വികാരങ്ങളെ ഏറ്റവും സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനുമുള്ള അവരുടെ ശേഷിയാണ് നമ്മൾ മാനസികാരോഗ്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ പറയാണ്, അത് രോഗമില്ലാത്ത അവസ്ഥയെ മാത്രമല്ല നമ്മൾ മെന്റൽ ഹെൽത്ത് അഥവാ മാനസികാരോഗ്യം എന്ന് വിളിക്കുക. നമ്മളിലാണെങ്കിലും കൗമാരക്കാരിലാണെങ്കിലും അതെന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, നമ്മുടെ തന്നെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ശേഷികള്, നമ്മുടെ തന്നെ സോഷ്യൽ സ്കിൽസ്, നമ്മുടെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള മെച്യൂരിറ്റി, ഇതെല്ലാം ചേർന്നുകൊണ്ട് നമ്മളെ തന്നെ കൃത്യമായി ഒരു ബോധ്യത്തോടു കൂടി നമ്മളിലും ചുറ്റുമുള്ളവരിലും നിലനിർത്താനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൗമാരക്കാരെയാണ് നമ്മളിപ്പോൾ ഇതിൽ സ്ട്രെസ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ ശേഷികളെല്ലാം തന്നെ നമ്മളിലും ഉണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന കൂടി നമ്മൾ ഈ തരുണത്തിൽ നടത്തേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് മാനസികമായിട്ട് നമ്മൾ എങ്ങനെ ഒരു ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് എങ്ങനെയെല്ലാം അറിയാൻ കഴിയുന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ട്രെസ് ഫാക്ടേഴ്സിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ആ സ്ട്രെസ് ഫാക്ടേഴ്സിനോട് നമ്മൾ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്രമാത്രം മെന്റൽ ഹെൽത്ത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുക. അതുപോലെ തന്നെ നമുക്ക് അനിയന്ത്രിതമായിട്ട് നമുക്ക് നമ്മുടെ വികാരങ്ങൾ മാറി മറിയുമ്പോൾ അതിനെ എത്ര സമചിത്തതയോട് കൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, ധാരാളം പരാജയങ്ങൾ ഉണ്ടാവും. പരാജയപ്പെടുന്നതിന്റെ വാർത്തകളാണ് ഇപ്പൊ കൂടുതലായിട്ടും നമുക്ക് നമ്മെ തേടിയെത്തുന്നത്. ഒന്ന് പത്രം നോക്കിയാലാവട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാകട്ടെ, ഒരുപാട് നെഗറ്റീവ് ന്യൂസുകളുടെ ആധിക്യം നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രതിബന്ധങ്ങളെ എങ്ങനെ നമ്മൾ, പരാജയങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എത്രമാത്രം മെന്റലി സ്റ്റേബിൾ ആണെന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്നുള്ള എല്ലാ കാലഘട്ടത്തിലും ഒരാളുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് പരാജയങ്ങളെ അയാൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൂടി കണക്കാക്കിയിട്ടാണ്. അടുത്തത് വരുന്നത് മാനസിക പിരിമുറുക്കങ്ങൾ. നമുക്ക് തൊഴിലിടത്താവട്ടെ,
വിദ്യാലയങ്ങളിലാകട്ടെ, നമ്മൾ ഇടപെടുന്ന ഈവൻ വീടുകളിലാകട്ടെ, നമുക്ക് മാനസിക പിരിമുറുക്കത്തിനുള്ള സാഹചര്യം ഇപ്പോൾ മുമ്പത്തേതിലും കൂടുതലാണ്. കാരണം എന്താണ്? ഒരാളുടെ വിജയം, അക്കാദമിക് ആയിട്ടുള്ള അയാളുടെ വിജയമാവട്ടെ, ജോലി സ്ഥലത്തുള്ള വിജയമാകട്ടെ, ആ വിജയങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും പരാജയങ്ങൾ ഇങ്ങനെ നിറം കെട്ട് പോവുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ആധിക്യം കൊണ്ട് തന്നെ, അതിന്റെ ഒരു വല്ലാത്ത ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ പരാജയങ്ങള് വളരെ മോശമാണെന്ന് നമ്മൾ തന്നെ കമ്പയർ ചെയ്യത്തക്ക വിധത്തിൽ നമ്മൾ അത് വല്ലത് ചുരുക്കി കളയുന്നുണ്ട്. കാരണം എന്താ? വിജയങ്ങളുടെ പട്ടിക വല്ലാതെ പ്രചരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പരാജിതരെ കുറിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും വളരെ കുറവ് മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ള വാർത്തകളിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ കുറിച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് മുമ്പത്തേതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് സ്വാഭാവികമായിട്ടും മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പരാജിതരെല്ലാം ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ വരാനായിട്ടുള്ള സാഹചര്യം ഇന്ന് കൂടുന്നു. അപ്പൊ ആ ഒരു തോന്നലുകളെ, അത്തരത്തിലുള്ള പിരിമുറുക്കങ്ങളെ, നമ്മുടെ പരാജയങ്ങളെ കൂടി അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു മനോഭാവം എടുക്കാനും നമ്മൾ എത്രമാത്രം പ്രാപ്തരാണ് എന്നുള്ളതും നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് മുമ്പത്തേതിനേക്കാളും വളരെ കൂടുതലായിട്ട് പ്രണയ പരാജയങ്ങളുടെ, ബ്രേക്കപ്സിന്റെ ഒരു കാലഘട്ടം കൂടിയാണിത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കൗമാരക്കാരുടെ ഇടയിലാണ്. അപ്പം ബ്രേക്കപ്സിനോട് പോലും ഏറ്റവും ആരോഗ്യപരമായി എങ്ങനെ പ്രതികരിക്കാം, അല്ലെ? നമ്മൾ ആത്മഹത്യാ വാർത്തകൾ, പ്രണയം പരാജയപ്പെട്ടതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്ന അത്തരത്തിലുള്ള വാർത്തകൾ വൻതോതിൽ ഇന്ന് പ്രചരിക്കപ്പെടുകയും, അല്ലെ, അതൊരു വലിയ വലിയ വാർത്തയായിട്ട് ഇടം നേടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അത്തരത്തിലുള്ള പരാജയങ്ങളെ പോലും, പ്രണയ പരാജയങ്ങളെ പോലും വളരെ സമചിത്തതയോടെ നോക്കിക്കാണാനും, ആസിഡ് ആക്രമണത്തിന്റെയും പൊട്ടിത്തെറികളുടെയും ഈ കാലഘട്ടത്തിൽ പോലും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു വളരെ ഒരു നീതിബോധത്തോടു കൂടി നമ്മളോട് നമുക്ക് നമ്മുടെ വിഷമങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും ഒരു സമചിത്തതയോടെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള പ്രാപ്തിയെക്കുറിച്ച്, അത് കൗമാരക്കാരിൽ മാത്രമല്ല മുതിർന്നവരിലും പ്രണയ പരാജയം വരുമ്പോൾ ആസിഡ് അറ്റാക്ക്, നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളിലൂടെയും അത്തരത്തിലുള്ള പിന്നെ ഒരുപാട് സംഭവങ്ങളിലൂടെയുമാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കൂടി സമചിത്തതയോടുകൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി ഉണ്ടാവുക എന്ന് പറയുന്നതും ഒരാളുടെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ്. ഇനി നമുക്ക് കൗമാരക്കാരിൽ ഇത് എങ്ങനെയെല്ലാമാണ് പ്രതിഫലിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൗമാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മള് ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നും ഇവര് മുതിർന്ന ആളെ പോലെ അവര് ഫിസിക്കലി അവര് വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവരോട് പറയും, നീ ഇപ്പൊ കുട്ടിയല്ല, നീ ഇപ്പൊ വലുതായില്ലേ എന്ന് പറയും. എന്നാൽ വലിയവരോടൊപ്പം ഇവരിരുന്നിട്ട് തീരുമാനമൊക്കെ പറയാൻ തുടങ്ങും, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയും, നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്, നീ കുട്ടിയല്ലേ എന്ന്. ഒരേ ആളെ തന്നെ രണ്ട് തരത്തിൽ നമ്മൾ രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ മുതിർന്നവര് നടത്തുമ്പോൾ അത് കുട്ടിയിൽ തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും വലുതാണോ ചെറുതാണോ, എന്റെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കുട്ടിയിൽ തന്നെ വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കൗമാരം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാക്കാനും കൂടി നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നു. ഈ കൗമാരം എന്ന് പറയുന്നത് ഒരു പരിവർത്തന ഘട്ടമാണ്. ശരിക്കും ഒരു നമ്മുടെ ഒരു ജനന സമയം തൊട്ട് ഒരു 1.5-2 വയസ്സ് വരെയുള്ള ഡെവലപ്മെന്റ് സ്റ്റേജ് കഴിഞ്ഞാൽ ഏറ്റവും റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ച് കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു സമയത്തെയാണ് നമ്മൾ കൗമാരം എന്ന് വിളിക്കുന്നത്. അതിൽ എന്തെല്ലാം ചേഞ്ച് വരും എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ ചേഞ്ച് നമുക്ക് വളരെ നോട്ടീസബിൾ ആയിട്ട് വരുന്നത് അവരുടെ ഫിസിക്കൽ ചേഞ്ച് തന്നെയാണ്. ആൺകുട്ടികളാണെങ്കിൽ പെട്ടെന്ന് പൊക്കം വയ്ക്കുന്നു, തൂക്കം കൂടുന്നു, മീശ വരുന്നു, മുഖക്കുരു വരുന്നു, ശബ്ദം മാറുന്നു. അപ്പൊ അങ്ങനെയുള്ള വളരെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പരിവർത്തനം അവരുടെ ബോഡിയിൽ കാണാൻ പറ്റും. പെൺകുട്ടികളാണെങ്കിൽ അവരുടെ മാറിടത്തിന് കനം വയ്ക്കുന്നു, തൂക്കം കൂടുന്നു, പൊക്കം വയ്ക്കുന്നു, അതോടൊപ്പം തന്നെ എന്താ പറയാ പീരീഡ്സ് ആരംഭിക്കുന്നു. അങ്ങനെ പ്രകടമായ മാറ്റങ്ങൾ പെൺകുട്ടികളിലും ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൽ തന്നെ വരുന്നത് ഇമോഷണൽ ചേഞ്ച് ആണ്. അതായത് വളരെ പെട്ടെന്ന് ഇമോഷണലി പെട്ടെന്ന് തന്നെ കരയുകയും ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന മൂഡ് സ്വിങ്സ് പ്രകടമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇമോഷണലി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് മാറി മറയുന്ന
ഒരു കാലഘട്ടം കൂടിയാണ് കൗമാരം എന്ന് പറയുന്നത്. സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവരെ ഓടിച്ചാടി കളിച്ചിരുന്ന സമൂഹ മധ്യത്തിലൂടെ മുൻവിധികളില്ലാതെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കുട്ടികൾ ഈ ഒരു കാലഘട്ടം എത്തുമ്പോഴത്തേക്കും അവനവനിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നു. അടുത്ത ബന്ധുക്കളുടെ ഒരു ഫംഗ്ഷന് പോലും തന്നെ വരാനായിട്ട് മടിക്കുന്നു. ഒരു കാര്യം പറയുമ്പോൾ തന്നെ വിധിക്കപ്പെടുമോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള വല്ലാത്ത ചിന്തകളിലേക്ക് അവർ പോകുന്നു. അങ്ങനെയുള്ളൊരു വലിയ സോഷ്യൽ ചേഞ്ച്, എല്ലാ ഗ്രൂപ്പുകളോടും അവർ മിങ്കിൾ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വളരെ വലിയ ഒരു സോഷ്യൽ ചേഞ്ച്. ഇപ്പൊ ക്ലാസ് മുറിയിൽ ഉറക്ക ഉത്തരമൊക്കെ വിളിച്ചു പറഞ്ഞ് നിന്നിരുന്ന ഒരു കുട്ടി ഈ കൗമാരമൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ ഷൈ ആയിട്ട് വളരെ പതുങ്ങി ഇരിക്കുന്നു. അങ്ങനെ പ്രകടമായ ഒരു മാറ്റം ഈ സമയത്ത് കാണാവുന്നതാണ്. അപ്പൊ ഫിസിക്കൽ ചേഞ്ചും ഇമോഷണൽ ചേഞ്ചും സോഷ്യൽ ചേഞ്ചും കൂടി ആകെ ഒരു പരിവർത്തന ഘട്ടമാണ് നമുക്ക് ഈ പ്രായത്തിൽ കൗമാരക്കാരിൽ കാണാനായിട്ട് സാധിക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ. ഇത്രയും നമ്മൾ ജനറൽ ആയിട്ട് പറയാണ് കൗമാരക്കാരുടെ പൊതുവിലുള്ള ചില പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അവരിൽ പൊതുവായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു, വലുതാണെന്ന് തോന്നുന്നു, അതേസമയം തന്നെ ചെറുതാണോ വലുതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇമോഷണലി, സോഷ്യലി, ഫിസിക്കലി അവർക്കുണ്ടാവുന്ന ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ അഡോളസൻസ് എന്ന് പറയുന്ന ഈ ഒരു ടേമിന്റെ എക്സ്പാൻഷൻ നോക്കിയാൽ തന്നെ വളരെയധികം ഇതിനെ വിലയിരുത്തുക കൗമാരക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നമാണ്. അവരെ ഡീൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അന്തസംഘർഷങ്ങളുടെയും പൊട്ടിത്തെറികളുടെയും അന്തർവിക്ഷോഭങ്ങളുടെയും ഒക്കെ കാലഘട്ടമാണ് കൗമാരം എന്നൊക്കെ പറയുന്ന ഒരുപാട് വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ നിറം പിടിപ്പിച്ച ഒരുപാട് കാര്യങ്ങളാണ് കൗമാരക്കാരെ കുറിച്ചിട്ട് നമ്മൾ പറയുക. അപ്പൊ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ പെരുമാറുന്നു, ഇവരെങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനെ വളരെ സയന്റിഫിക് ആയിട്ട് സൈക്കോളജിക്കലായിട്ട് നമ്മൾ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ പദങ്ങളുടെ ഈ അഡോളസൻസ് എന്ന് പറയുന്ന ടേമിൽ തന്നെ ഉള്ള അതിന്റെ വിശദീകരണത്തിലൂടെ. ആദ്യമായിട്ട് നമ്മൾ പറയുക ഇവർ വളരെ ആംബിവലന്റ് ആയിരിക്കും എന്നുള്ളതാണ്. എ എന്ന് പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് ഈ കൗമാരക്കാരായ കുട്ടികള് വളരെ ആംബിവലന്റ്, അതായത് അവർ ഉഭയ സ്വഭാവമുള്ളവരായിരിക്കും. അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവർ പറയും നമുക്ക് പഠിക്കാൻ നന്നായിട്ട് താല്പര്യമുണ്ട്, നമുക്ക് നല്ലൊരു കരിയർ വേണം എന്ന ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ വലിയ 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 തീരുമാനങ്ങളൊക്കെ അവർ പറയും. അതേസമയം തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഞാൻ ഇന്നു മുതൽ ഇത്ര മണിക്കൂർ നമ്മൾ പഠിക്കും, ഞാനൊരു ഗോള് സെറ്റ് ചെയ്യും, അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ നമ്മൾ വളരെ സന്തുഷ്ടരാകും. അതേസമയം തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഇവർ വളരെ അലസരായിട്ടിരിക്കുന്നു, ഒന്നിലും ഒരു ഡെഡിക്കേഷൻ കാണിക്കുന്നില്ല എന്നുള്ളത് രക്ഷിതാക്കളെ അധ്യാപകരെയും വല്ലത് ചൊടിപ്പിക്കും. ഇതെന്താ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവർ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. നമ്മുടെ ഈ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന മുൻഭാഗത്തുള്ള ഭാഗമാണ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ സഹായിക്കുക. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് അതിൽ ഉറച്ചു നിൽക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗമാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹോർമോണുകളുടെ ഉൽപാദനം ഈ സമയത്ത് ഏറ്റവും വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഡോപ്പമൈൻ്റെ അളവ്, ഡോപ്പമൈനാണ് നമുക്ക് പ്ലഷർ തരുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ ഈ ഡോപ്പമൈൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയും അത് ഇവർക്ക് വലിയ ഒരു സുഖാവസ്ഥ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ തുടരാനായിട്ട് ഇവരെ ആഗ്രഹിച്ചു പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പൊതുവെ വളരെ കുറച്ച് മോട്ടിവേറ്റഡ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. മറ്റ് ഈ പഠന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ടാസ്കുകളിലൊക്കെ ചെറുതായിട്ട് ഇവർക്ക് മടി തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ ഡോപ്പമൈൻ്റെ അളവ് ഉയരുകയും അതിൽ തന്നെ തുടരാനായിട്ട് ഇവര് കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ശരിക്കും നല്ലൊരു കരിയർ വേണം, ഇത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഉള്ള ആ ഒരു ഫ്രണ്ടൽ ലോബ് അപ്പോഴും അപക്വമായി തുടരുന്നു. അത് ഇപ്പോ മനഃശാസ്ത്രം പറയുന്നത് നമ്മൾ കരുതിയിരുന്നത് 21 വയസ്സിൽ ഫ്രണ്ടൽ ലോബിന്റെ ഒരു വളർച്ച പൂർത്തിയാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 21 വയസ്സ് വിവാഹപ്രായമൊക്കെ ആയിട്ട് ആൺകുട്ടികളിൽ നിശ്ചയിച്ചിരുന്നത്. ആൺകുട്ടികളിലാണ് ഇത് കുറച്ചും കൂടെ വൈകി പാകത എത്തുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് ഒരു 25 വയസ്സ് വരെ ഫ്രണ്ടൽ ലോബ് വളർച്ച പൂർത്തിയാകാൻ ഒരു 25 വയസ്സ് വരെ ആകും എന്നുള്ളതാണ്. അപ്പൊ അതുവരെ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അപക്വമായിരിക്കും, അതിവൈകാരികം ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇവര്
ഡി സൂചിപ്പിക്കുന്നത് ഡിസ്റ്റൻസിങ് ഫ്രം പാരൻസ് എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ പരാതി നമ്മുടെ വിരൽത്തുമ്പിൽ തൂങ്ങിയിരുന്ന കൗമാരക്കാരനായ കുട്ടി പെട്ടെന്ന് തന്നെ രക്ഷിതാക്കളിൽ നിന്നെല്ലാം അകന്നു മാറുകയും അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ പലപ്പോഴും കുറയ്ക്കുകയും കൂട്ടുകാർക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാതി. ഉറപ്പായിട്ടും ഈ സമയത്ത് അവരങ്ങനെ തന്നെയായിരിക്കും. കാരണം കൂട്ടുകാർ അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെപ്പോഴും ഇവരുടെ തീരുമാനങ്ങളെ പ്രായോഗികമായിട്ടാണ് നമ്മൾ വിലയിരുത്തുക. അപ്പൊ അതിലൊന്നും വലിയ കാമ്പുള്ളതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളെ ആംബിവലന്റ് നേച്ചർ കൊണ്ട് തന്നെ ഇവരൊരു തീരുമാനം എടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാണെന്നോ ഇവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ വിധിക്കുക. പക്ഷെ അവരുടെ കൂട്ടുകാരാകട്ടെ അങ്ങനെ ഒരു വിധിക്കലുമില്ലാതെ അവരെ സ്വമേധയാ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈ കുട്ടികൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഇത് നമ്മുടെ കേരളത്തിലെ മാത്രം ഇന്ത്യയിലെ മാത്രം ഒരു അവസ്ഥയല്ല. ഇത് പൊതുവായിട്ടുള്ള കൗമാരക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ്. ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു പാറ്റേൺ ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയാ ആണ്, ഓപ്പോസിഷണൽ ബിഹേവിയർ. വളരെയധികം എതിർപ്പ് വരുന്ന രീതിയിൽ സിസ്റ്റത്തെ എതിർക്കുക, അല്ലെങ്കിൽ സോഷ്യൽ നോംസിനെ എതിർക്കുക, രക്ഷിതാക്കളുടെ എന്താ പറയാ രക്ഷിതാക്കളുടെ പിന്നെ ആജ്ഞാപനങ്ങളെ എതിർക്കുക, അധ്യാപകരെ എതിർക്കുക, അങ്ങനെ മൊത്തം ഓപ്പോസിഷണൽ ബിഹേവിയർ ഇവർ കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വരുന്ന ഒരു വലിയ പരാതി. സ്വാഭാവികമായിട്ടും അവരുടെ ലോജിക്കിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതിൽ അവർ വളരെ എക്സൈറ്റഡ് ആവുമ്പോൾ നമുക്ക് തോന്നുന്നു അവർ നമ്മളോട് എതിർക്കുകയാണെന്ന്. അവർ വീണ്ടും വീണ്ടും നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള അവരുടെ ശ്രമങ്ങളാണ് പലപ്പോഴും നിലവിലുള്ള നമ്മുടെ ഒരു പാറ്റേൺ നിന്ന് മാറിപ്പോവുകയും ഇവര് അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യാന്ന് പറയുന്നത്. അത് ഈ സമയത്ത് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒന്നാണ്. അടുത്തതാണ് ലോൺലിനെസ്. നമ്മൾ വിചാരിക്കും ഇവരിങ്ങനെ കൂട്ടുകാരുടെയൊക്കെ കൂടി ബഹളം കൂടി നമ്മളോടൊക്കെ കയർത്ത് കലുഷപ്പെട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ അതിൽ ഊറ്റം കൊള്ളുന്നവരാണ്, അവർക്ക് അതിൽ സന്തോഷമുണ്ടെന്ന്. ഒരിക്കലില്ല. അവർ ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം ലോൺലിനെസ്, ഒരു അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു മാനസിക ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് തന്നെ ഒരു ഉറപ്പില്ലായ്മ, ഞാൻ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ പെട്ടെന്നുള്ള പ്രകോപനം കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കടുത്ത ഒറ്റപ്പെടലും ഗിൽറ്റ് ഫീലിംഗുമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ലോൺലിനെസ് എന്ന് പറയുന്നത്. പിന്നെ എന്തൂസിയാസ്റ്റിക് ആണ് അവർ. ഈ പ്രായക്കാർ വളരെ എന്തൂസിയാസ്റ്റിക് ആണ്. നമുക്കറിയാം നമ്മളെക്കാളും എന്താ പറയാ സാങ്കേതിക പരിജ്ഞാനം വളരെ കൂടുതലാണ് ഈ കുട്ടികൾക്ക്. എന്തുകൊണ്ടാണ്? ഒരു കാര്യം കിട്ടിയാൽ അതിനെക്കുറിച്ച് ക്ഷമാപൂർവ്വം അത് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ടുള്ള വലിയ കഴിവ്, ബുദ്ധിശക്തി, അല്ലെങ്കിൽ പെട്ടെന്ന് സാഹചര്യങ്ങളോട് ഇണക്കപ്പെട്ട് ഇത് പഠിച്ചെടുക്കാനായിട്ടുള്ള ശേഷി നമ്മളെക്കാൾ അവർക്ക് വളരെ കൂടുതലാണ്. അപ്പൊ അവർ വളരെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ, പ്രത്യേകിച്ചും ഈ ടെക്നോളജിയിലുള്ള വളർച്ചയെ വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നവരാണ് കൗമാരക്കാർ. അപ്പൊ അവർ വളരെ എന്തൂസിയാസ്റ്റിക് ആണ്. നമ്മളൊക്കെ ഒരു കാര്യം പഠിച്ചെടുക്കാനായിട്ട് കുറേ സമയം എടുക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിലേക്ക് തൽപരരാകുന്നു. അടുത്തതായിട്ട് വരുന്നത് സെക്ഷൽ ഫീലിങ്സ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കൗമാരക്കാരെ കുറിച്ചിട്ട് പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അവർ പ്രണയബന്ധങ്ങളിൽ പെടുന്നു, വായി നോക്കി നിൽക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഈ ഉള്ള എല്ലാ ജീവിവർഗം പോലെ തന്നെ ഒരു ജീവിവർഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു ജീവിവർഗത്തിന്റെ നിലനിൽപ്പിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് അതിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഹോർമോണുകളാണ്. ആൺകുട്ടികളിലെ ടെസ്റ്റോസ്റ്റെറോണും പെൺകുട്ടികളിലെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ലൈംഗികമായ ഹോർമോണുകൾ ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ 11 വയസ്സ് മുതൽ 19 വയസ്സ് വരെ, മുമ്പൊക്കെ നമ്മൾ ടീൻ ഏജ് എന്ന് വിളിച്ചിരുന്ന 13 വയസ്സ് മുതലാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലിയുടെ ഭക്ഷണക്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അതൊരു 10-11 വയസ്സ് മുതൽ നമുക്ക് ഇതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഈസ്ട്രജന്റെയും ടെസ്റ്റോസ്റ്റെറോണിന്റെയും ഉൽപാദനം കൊണ്ട് തന്നെ എതിർ ലിംഗത്തോട് ഒരു ആകർഷണം തോന്നുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് ആരംഭിക്കുമ്പോൾ മുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രതിവിധി. അല്ലാതെ അവരെ വളരെ അധിക്ഷേപിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് ഇതൊരു തെറ്റാണെന്നുള്ള രീതിയിലെല്ലാം അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക എന്നുള്ളതിന് പകരം കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം.
അടുത്ത ക്യൂരിയോസിറ്റി. അവര് ഈ ചുറ്റുപാടും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് അവര് ഭയങ്കര ജിജ്ഞാസയുള്ളവരാണ്. വളരെ കൗതുകത്തോടെ ഇതിനെ നോക്കിക്കാണുന്ന ആളുകളാണ് കൗമാരക്കാരെന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ തന്നെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് BTS എന്ന് പറയുന്ന കൊറിയൻ ബാൻഡുമായിട്ട് വളരെയധികം അതിനോടങ്ങ് ഭയങ്കര ജിജ്ഞാസ കൂടിയിട്ട് +1 പഠിക്കുന്ന കുട്ടി മാസങ്ങളായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. ഈ ബാൻഡുകാരോട് ഭയങ്കരമായ ആകർഷണം തോന്നുകയും അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവരിതൊന്നും അറിയുന്നില്ല. അവരുടെ ഒരു അത്തരത്തിലുള്ള ഒരു ഫാന്റസി വേൾഡിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ തമ്മിൽ ചാറ്റ് ചെയ്യുകയും അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വളരെ കൂടുതലായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാരം എന്ന് പറയുന്നത്. അപ്പൊ അവര് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ ജിജ്ഞാസാലുക്കളാവുമ്പോ പ്രായോഗികമായിട്ട് എന്റെ പ്രയോറിറ്റീസ് എന്താണെന്ന് പലപ്പോഴും അവര് മറന്നു പോകാറുണ്ട്. അത് അങ്ങനത്തെ ഒരു വിഷയം കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അവര് വളരെ ക്യൂരിയസ് ആയിരിക്കും. അപ്പൊ ഇതിൽ നമ്മുടെ ഇടപെടലാണ് നമ്മൾ ശക്തമാക്കേണ്ടത്. കുട്ടി എന്തിലൊക്കെയാണ് അപ്പൊ ഞാൻ ആ കുട്ടിയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിന്റെ വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് അതിന്റെ അമ്മ വിദേശത്താണ്. അപ്പൊ അച്ഛന്റെ സംരക്ഷണത്തിലാണ് കുട്ടി കഴിയുന്നത്. അപ്പൊ കൃത്യമായിട്ടും അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇത്രയും വേഴ്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പഠിപ്പ് വരെ മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാര്യം. അപ്പൊ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവർ ക്യൂരിയസ് ആണ്. സ്വാഭാവികമായിട്ടും അവർ ക്യൂരിയസ് ആയിരിക്കുമ്പോൾ അതില് എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർ ഇടപെട്ടിരിക്കുന്നതെന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും രക്ഷിതാക്കൾ കാണിച്ചില്ല എങ്കിൽ ഇതുപോലെ ഇവിടെ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അടുത്തത് ഈഗോ സെൻട്രിക് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്താ പ്രശ്നം, ഇവർ കൃത്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നു അല്ലെ, ഇവർക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പോലെയുള്ള കഷ്ടപ്പാടുകളൊന്നും ഈ കുട്ടികൾക്ക് ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അവര് ചിന്തിക്കുന്നത് ഈ ഭാവിയിൽ ഈ ഭാവിയിൽ ഈ ലോകത്ത് എൻ്റെ ഒരു ഐഡന്റിറ്റി എന്താണ്. ഐഡന്റിറ്റി ക്രൈസിസ് ഏറ്റവും ശക്തമായി വരുന്ന ഒരു പ്രായമാണിത്. അപ്പൊ ഞാൻ ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെ അടയാളപ്പെടുത്തപ്പെടുന്നു, മറ്റുള്ളവർ എന്നെ എങ്ങനെയാണ് കാണുന്നത്, എനിക്ക് എന്ത് തൊഴിലായിരിക്കും കിട്ടുക. പ്രത്യേകിച്ചും വളരെയധികം ലേബൽ ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ, ലേബൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം സോഷ്യൽ കണ്ടീഷനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയാണ് മലയാളികളും ഇന്ത്യക്കാരും എന്ന് പറയുന്നത്. അതായത് വളരെ ചെറുതിലെ തന്നെ നമ്മൾ പലപ്പോഴും പെൺകുട്ടികളെ നമ്മൾ പീപ്പിൾ പ്ലീസർ ആയിട്ട് വളർത്താറുണ്ട്. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടതുണ്ട്, എല്ലാവരെയും നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുന്ന ഒരു സോഷ്യൽ കണ്ടീഷനിങ് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ നീ കരയാൻ പാടില്ല, നീ വളരെ ബോൾഡായിട്ട് നിൽക്കണം, നമ്മൾ അങ്ങനെ നമ്മുടെ വികാരങ്ങളൊന്നും, നമുക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അമർത്തി വെക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആളുകൾ നമ്മൾ അങ്ങനെ ശക്തിയില്ലാത്തവനാണെന്ന് ആയിരിക്കും വിലയിരുത്തുക എന്നൊക്കെ പറയുന്ന ഒരുപാട് സോഷ്യൽ കണ്ടീഷനിങ് നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് കുട്ടികളിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ കരയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കരയാൻ പാടുണ്ടോ, എന്തായിരിക്കും ഇപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും ഇടപെടേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ സമയത്ത് കുട്ടികളിൽ വളരെ കൂടുതലാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, അവര് തന്നെ ഒതുങ്ങുകയും ഞാനിപ്പോ ഇങ്ങനെയായിരിക്കണം സമൂഹത്തിൽ പെരുമാറേണ്ടത്, എന്തായിരിക്കും എൻ്റെ ഇടം എന്നുള്ളതിനെ കുറിച്ച് അവര് വളരെ കോൺഷ്യസ് ആണ്. അവര് കൺഫ്യൂസ്ഡ് ആണ്. അവർക്കൊരു ഉത്തരം കിട്ടാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഈഗോ സെൻട്രിക് എന്നുള്ളത് കൊണ്ട് നമ്മൾ വിവക്ഷിക്കുക. അടുത്തത് നാർസിസിസ്റ്റിക് എന്ന് പറയാം. അതായത് അവനവനോട് തന്നെ ഏറ്റവും ആത്മരതി തോന്നുന്ന എൻ്റെ രൂപം, എൻ്റെ പൊക്കം, എൻ്റെ മുഖക്കുരു, ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നൂലെങ്കിലും അവരെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ്. അവർ മണിക്കൂറുകളോളം കണ്ണാടി നോക്കി നിൽക്കുന്നു, മുടി ഇങ്ങനെ ഇടുന്നു, ചീവി നോക്കുന്നു, പുതിയ രീതിയിൽ ഡ്രസ്സ് തുന്നുന്നു, മുടി നീട്ടി വളർത്തുന്നു, മൂക്ക് തുളയ്ക്കുന്നു, ചെവി തുളയ്ക്കുന്നു. അപ്പൊ നമുക്കിതൊക്കെ തോന്നുന്നു കോപ്രായമായിട്ട് പലപ്പോഴും നമ്മൾ അതിന് തോന്നും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ വിചാരം ഈ ലോകത്തിൽ ജനം മുഴുവനും ഇവരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ പോകുമ്പോൾ ലോകം മാറുന്നു എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇവർ മണിക്കൂറുകളോളം ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ണാടിയുടെ മുമ്പിൽ ചിലവഴിച്ചിരിക്കും. അതില് സാമൂഹ്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ നിലവിലുള്ള നമ്മുടെ ബഡ്ജറ്റില് അതിന്റെ റിയാലിറ്റി അനുസരിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ചെറിയ ഭ്രമങ്ങളൊക്കെ കാണിക്കുന്നതെങ്കിൽ അതിന് വല്ലാതെ
അത് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് കാണുകയും സ്വയം പ്രകാശിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കാണുകയും അവർ വെറുതെ വിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. അവരെങ്ങനെ പരസ്യമായിട്ട് അങ്ങനെയല്ല ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണെങ്കിൽ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ ഓൾറെഡി അത്തരത്തില് കൂട്ടുകാരുടെ ഇടയിലൊക്കെ അത്തരത്തിലുള്ള പിന്നെ തരം തിരിവുകളിൽ ഇട അതിന് പാത്രമായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത് അവരെ വലിയ തോതിൽ അവരെ അപകർഷരാക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ എൻ്റെ ഒരു ക്ലയന്റ് വന്ന കുട്ടി പറഞ്ഞത് വലിയൊരു ഇടി നടന്നിട്ട് ടീച്ചർമാരൊക്കെ വിളിപ്പിച്ച് പാരന്റ്സ് വന്നു. അപ്പൊ ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞ എന്താ വെച്ചാല് ഇവൻ ഇരുണ്ടതാണ് എന്ന് പറയുന്ന രീതിയിൽ കൂട്ടുകാർ കളിയാക്കി. ഇരുണ്ടതാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും വെളുത്തതാണല്ലോ, പിന്നെ നീ എന്താണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്? അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഐഡന്റിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ കുട്ടി പ്രകോപിതനാകുന്നത്. അല്ലാതെ ആ കുട്ടി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ശാന്തശീലനും സൗമ്യനൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് അവരെ വലിയ തോതിൽ അവരുടെ രൂപത്തെ കുറിച്ചിട്ടുള്ള അവരുടെ പിന്നെ നിറത്തെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളൊക്കെ അവർക്ക് വേദന ഉണ്ടാക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അവർ വളരെ ഈഗോസെൻട്രിക് ആയിട്ട് വളരെ നാർസിസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അവരോട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള പെയിൻ അവരിൽ ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഐസൊലേഷൻ, ഒരു ഒറ്റപ്പെടൽ, അവർക്ക് സമൂഹത്തിൽ ഞാൻ മാത്രം ഇങ്ങനെയായി പോയി എന്നുള്ള ഒരുപാട് തോട്ട്സ്, ഒരുപാട് വൂൺസ് അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കോൺസെപ്ച്വലൈസേഷൻ ആണ്. അതായത് ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ ഭരിക്കുന്നവർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയപ്പെടുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരുപാട് മനുഷ്യരാണ്. ഇപ്പൊ ഇവിടെ ഒരു സോഷ്യൽ എഡിറ്റിംഗ് ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞാല് മുമ്പൊക്കെ നമ്മളൊരു പത്രം, ആ പത്രത്തിൽ എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ്, ഇതിനെല്ലാം വലിയ തോതിൽ സ്ക്രീൻ ചെയ്യപ്പെടുമായിരുന്നു. അതായത് വേണ്ട വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കപ്പെടുകയും ആളുകളെ തമ്മിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കപ്പെടുന്ന വാർത്തകളെല്ലാം എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരമ്പരാഗത മാധ്യമ രീതിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ അത്തരത്തിലുള്ള ഒന്നില്ല. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ആർക്കും ഇവിടെ എന്തും പറയാം, അല്ലെങ്കിൽ എന്ത് അഭിപ്രായ പ്രകടനവും നടത്താമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് ഇവിടെ ഒരു എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആശയങ്ങൾ ഇവര് പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ പിയർ ഗ്രൂപ്പിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ നിന്നായിരിക്കും ഇവർ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊന്നും ശാസ്ത്രീയമായിരിക്കില്ല, ഉറപ്പായിട്ടും ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ അധികരിച്ചുകൊണ്ട് ഇവർ ചില ആശയങ്ങൾ രൂപീകരിക്കും. എന്നിട്ട് ആ ആശയങ്ങളെല്ലാം സത്യമാണെന്ന് ഇവർ പലപ്പോഴും വിചാരിക്കും. അപ്പോൾ ഈ ആശയങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇപ്പൊ കൂട്ടുകാരനെ കൊന്ന കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ആവേശത്തോടെയുള്ള മെസ്സേജ് എന്ന് പറയുന്നത് അവര് സ്വാംശീകരിച്ച കോൺസെപ്റ്റിനെ അധികരിച്ചിട്ടായിരിക്കും. അവര് കാണുന്ന വീഡിയോ ഗെയിമിൽ എതിരാളിയുടെ തല തല്ലി പൊളിക്കലും തച്ചുടയ്ക്കലും ബോംബ് വർഷിക്കലുമാണ് അവർ കാണുന്നത്. അതാണ് അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയ രൂപീകരണം എന്ന് പറയുന്നത്. നമ്മളെ ലഹരി കേസിൽ പിടിക്കുന്ന വലിയ സമൂഹത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ അത് വളരെ ലാഘവത്തോടു കൂടി അതിനെ ജനറലൈസ് ചെയ്യുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത്, അല്ല അതിപ്പോ എന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ വാങ്ങിയതിന് ഇപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്ന് പറയുന്ന ആശയ രൂപീകരണത്തിലേക്ക് അവർ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും സമൂഹത്തിൽ അപജയകരമായിട്ടുള്ള രീതിയിൽ അത് വർദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഇവര് എന്ത് തരത്തിലുള്ള കോൺസെപ്റ്റ് ആണ്, എന്ത് തരത്തിലുള്ള ആശയമാണ് ഇവർ ഈ സമൂഹത്തെ കുറിച്ച്, ഈ വീടിനെ കുറിച്ച്, അവനവനെ കുറിച്ച്, ബന്ധങ്ങളെ കുറിച്ച് ഇവര് രൂപീകരിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ രക്ഷിതാക്കളാകട്ടെ അധ്യാപകരാകട്ടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആണ്. അക്കാദമികമായിട്ട് വിജയിച്ചവരെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അല്ലാത്ത പരാജയപ്പെട്ടവരെല്ലാം ഒന്നിനും കൊള്ളൂലെന്ന് വിചാരിക്കുന്നു. പണമുള്ളവന് വലിയ സ്ഥാനം കിട്ടുന്നു, അല്ലാത്തവരെല്ലാം ഒരു പെർഫോമൻസ് വൈസ് ആണ് നമ്മൾ ആളുകളെ വിലയിരുത്തുക. അപ്പൊ മോശം പെർഫോമൻസ് കാണിച്ചു എന്ന് പറയുന്നവന് ഈ ഭൂമിയിൽ ഇടമേ ഇല്ല എന്നുള്ള തരത്തിലേക്കാണ് പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾ മുന്നോട്ട് പോവുക. ഏറ്റവും കൂടുതൽ ഒരു ദൃശ്യം ഇട്ടാൽ അതിന് എത്ര ലൈക്ക് കിട്ടി, എത്ര കമന്റ് കിട്ടി എന്ന് പറയുന്നതിൽ അധികരിച്ചുകൊണ്ട് എൻ്റെ വില ഞാൻ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് ഒരു കോൺസെപ്റ്റ് ആണ് കുട്ടികൾ രൂപീകരിച്ചിട്ടുള്ളതെങ്കിൽ ഒരു പരാജയത്തെ പോലും ഉൾക്കൊള്ളാനായിട്ട് അവർ തയ്യാറാവാത്തൊരവസ്ഥ വരും. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിജയികളുടെ ചിത്രം എടുക്കുന്നു, അതിന് ഭയങ്കര പ്രൊമോഷൻ, അത് വൈറലാകുന്നു. അപ്പൊ ഇത് മാത്രമാണ് ജീവിതം എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കുകയും ഈ കുട്ടികൾ തെറ്റിദ്ധരിക്കുകയും
ഇവർക്കിപ്പോ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കഴിവൊന്നും ആയിട്ടില്ല. അപ്പൊ ഇവർ ഇത് ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയും അത് അവരിൽ വലിയ എന്റെ ആശയമായിരിക്കും ശരി എന്ന് വിചാരിക്കുകയും ഈ ഈ അക്രമം കുഴപ്പമില്ല, മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിൽ തെറ്റില്ല, ഈ ലഹരി കുഴപ്പമില്ല, ഇതൊന്നും വലിയ പ്രശ്നമല്ല, സോഷ്യൽ നോംസ് അത്ര ബാധകമല്ല എന്നുള്ള തരത്തിലേക്ക് അവർ മാതൃകയാക്കുന്ന മോഡലുകൾ അവരുടെ ചിന്തയിലേക്ക് ഇതിന് ആപ്റ്റായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് കടന്നു വരികയും അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ആശയ രൂപീകരണത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രക്ഷിതാക്കളാകട്ടെ അധ്യാപകരാകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊതുവെ വീടുകളില് അച്ഛന്മാർ അവരുടെ വികാരങ്ങൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാറില്ല. അതൊരു ഷെയിമായിട്ടാണ് നമ്മൾ കരുതുക. അമ്മമാര് കുട്ടികളെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു, അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് വരാതിരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യുകയും ഇവരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വലിയ തോതില് സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ഒരുപാട് കാലം പിന്നിട്ട് കഴിയുമ്പോഴാണ് ഇവർക്ക് റിയാലിറ്റി ബോധ്യമാവണത്. അപ്പൊ അതുമായിട്ട് ഇവർക്ക് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കാതെ വരും. അപ്പൊ ഈ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ കുട്ടികളെ പര്യാപ്തമാക്കുക, ഈ സമൂഹത്തിലേക്ക് അത്തരത്തിലുള്ള കുട്ടികളെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് സമൂഹം അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു രീതി. അടുത്തത് എക്സ്പെരിമെന്റേഷൻ ആണ്. ഇപ്പൊ എന്റെ കോൺസെപ്റ്റ് പ്രകാരം എന്റെ സുഖത്തിനാണ് പ്രാധാന്യം കിട്ടേണ്ടത് എന്ന് ബോധ്യമുള്ള ഒരാള് തീർച്ചയായിട്ടും അത് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്റെ കാഴ്ചപ്പാടില് ലഹരി ഉപയോഗം കുഴപ്പമില്ല എന്ന് ഞാൻ മാതൃകയാക്കുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സാലെ അംഗീകരിക്കുന്ന ആളുകൾ, അത് സിനിമാ താരങ്ങളാകട്ടെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരാകട്ടെ, അവരെല്ലാവരും പറയുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവരുടെ വിജയങ്ങൾ ആഘോഷിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടി ധരിക്കുന്നത് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കേസല്ല, ഇതെല്ലാം ഇത് ഒക്കെ നാട്ടുനടപ്പാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നു. പിന്നെ നമുക്കറിയാം ഏത് കുറ്റകൃത്യങ്ങൾ നോക്കിയാലും ഇവരുടെ ഈ ഒരു മൂഡ് സ്വിങ്സും ഇവരുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള അപര്യാപ്തതയും എല്ലാം മുതലെടുത്തുകൊണ്ട് ബാഹ്യശക്തികൾക്ക് ഇവരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വസ്തുത. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ആളുകളുടെ എക്സ്പെരിമെന്റേഷന്റെ ഒന്നന്തരം ഇരകളായിട്ട് ഈ കുട്ടികൾ മാറുന്നു. കാരണം എന്താ, ഇവർക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ശേഷി കുറവുണ്ട്. അത് മുതലെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഇവർക്ക് സ്വയം സൃഷ്ടിക്കാനായിട്ടുള്ള അതിനുള്ള ഒരു കൺസിസ്റ്റൻസി കുറവുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലേക്കുള്ള ശക്തികളാൽ സ്വാധീനിക്കപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത ഈ കുട്ടികളിൽ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇവരുടെ ഓരോ എക്സ്പെരിമെന്റും നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ നമ്മുടെ വീട്ടിലെ ബന്ധങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കണം. നമുക്ക് എല്ലാവരും ഫോൺ പിടിച്ചിരിക്കുന്ന ഈ സ്ഥിതി, ഇപ്പോഴത്തെ ഈ സ്ഥിതി മാറുകയും അവിടെ വളരെ നമ്മുടെ ഓരോ ദിവസത്തെ അനുഭവങ്ങളും ഓരോ ദിവസത്തെ എന്താ പറയാ ജീവിതത്തിലുണ്ടായ കഷ്ടനഷ്ടങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനായിട്ടുള്ള പൊതുവേദികളായിട്ട് നമ്മുടെ വീടുകൾ മാറണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാല് കുട്ടി ഒരു ലോകത്ത്, അച്ഛൻ വേറൊരു ലോകത്ത്, അമ്മ വേറൊരു ലോകത്ത്, അങ്ങനെ പോകും. അപ്പൊ ഈ കുട്ടി എന്തിലാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പൊതു ഇടങ്ങൾ വേണം, പൊതു സമയം നമുക്ക് ക്വാളിറ്റി ടൈം എന്നാണ് അതിന് പറയുക. അപ്പൊ ക്വാളിറ്റി ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാവണം. രക്ഷിതാക്കൾ തീർച്ചയായിട്ടും സ്കൂളിൽ ചെല്ലണം. കുട്ടികൾ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും രക്ഷിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് ഇതിന് ഉള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ അഡോളസൻസ് എന്ന് പറയുന്ന പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് തന്നെ കൊടുത്തിട്ടുള്ള എക്സ്പാൻഷൻ ആണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ നോക്കുക, ആംബിവലന്റ് അഥവാ ഉഭയ സ്വഭാവമുള്ളവരായിരിക്കും കുട്ടികൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിന് അവരുടെ ബ്രെയിൻ പ്രാപ്തമാകാത്തത് കൊണ്ടാണ്. ഡിസ്റ്റൻസിങ് ഫ്രം പാരന്റ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളിൽ നിന്ന് ഒരു അകൽച്ച ഉണ്ടാവുകയും പിയർ പ്ലഷറിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ആരെല്ലാമായിട്ടാണ് കുട്ടി സൗഹൃദം സ്ഥാപിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് രക്ഷിതാക്കൾക്കും തീർച്ചയായിട്ടും നല്ല ബോധ്യം ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ അത്. ഒപ്പോസിഷണൽ ബിഹേവിയർ കുട്ടി കാണിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രകോപനത്തിന് അവസരം കൊടുക്കാതെ കുട്ടികളും ശ്രദ്ധിക്കുക. ഇത് കൂടുതലായിട്ട് പറയുമ്പോൾ ഈ സിറ്റുവേഷൻ കൂടുതൽ മുറുകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടി അവിടെ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ല് കുട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വികസിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്.
അതിനെയാണ് നമ്മളൊരു സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുക. നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ വലിയൊരു ഗിൽറ്റ് ഫോം ചെയ്തിട്ട് നീ ഇങ്ങനെ ആയാലോ, ആകെ തീർന്നല്ലോ, വീട് തീർന്നല്ലോ എന്നുള്ളതല്ല അതിനെ ഡീൽ ചെയ്യുക. പകരം വളരെ കുട്ടി വൈകാരികമാവുമ്പോൾ അതിനെ വളരെ സമചിത്തതയോടെ നേരിടുക എന്നുള്ളതാണ് രക്ഷിതാക്കളും അധ്യാപകരും സ്വീകരിക്കേണ്ട ഒരു നിലപാടെന്ന് പറയുന്നത്. അതിനെ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഈ പറയാം, ആൺകുട്ടികളിൽ അഗ്രഷൻ കൂടാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉൽപാദനമാണ്. ആ ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ട് അവരിൽ അഗ്രഷൻ കൂടുതലാണ്, റിസ്ക് ടേക്കിംഗ് ഫാക്ടർ കൂടുതലാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് സമചിത്തതയോടെ പെരുമാറുക എന്ന് പറയുന്നത് പാകതപ്പെട്ട നമ്മളുടെ ഒരു കടമയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് സംഘർഷങ്ങൾ പരമാവധി ലഘൂകരിക്കാൻ വേണ്ട ഒരു അന്തരീക്ഷം വീടുകളിൽ ഒരുക്കി കൊടുക്കുകയും അതിനുശേഷം അതിനെ അപ്പൊ തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അത് വലിയ തോതിൽ ഒരു അകൽച്ച ഉണ്ടാക്കാത്ത വിധത്തിൽ അത് സെറ്റിൽ ചെയ്യാനായിട്ട് അവര് വന്ന് സോറി പറയട്ടെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ. കാരണം ഇന്നിപ്പോ ഈ മാധ്യമങ്ങളുടെ ഇടപെടലുകളൊക്കെ കൊണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഗ്യാപ്പിലും തിക്കിക്കയറാൻ വേണ്ടിയിട്ട് ആളുകൾ തിരക്ക് കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ അതിലേക്ക് പോകാതെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു പിന്നെ എന്താ പറയുക നേതൃത്വം, അല്ലെങ്കിൽ അത് രക്ഷിതാക്കള് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിട്ട് വരിക തന്നെയാണ് ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത്. കാരണം അത്രയേറെ എന്താ പറയാ ബാഹ്യശക്തികളുടെ പ്രേരണയ്ക്കുള്ള സാധ്യതകൾ നമ്മുടെ ഇടയിൽ നിന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണത്. പിന്നെ മുമ്പത്തെ പോലെയല്ല, മുമ്പ് കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പൊ മുതിർന്ന നമ്മുടെ രണ്ടുപേരെക്കാളും കുട്ടികളെക്കാളും രക്ഷിതാക്കളെക്കാളും മുതിർന്നവരുടെ ഇടപെടലുകൾ നമുക്കൊരു വലിയ ഗൈഡ് ലൈൻ അന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ടുള്ള ഒരു സാധ്യത, അതുകൊണ്ടാണല്ലോ അവരെ കുട്ടികളെന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചാല് ഇതെല്ലാം നമ്മളിപ്പോ ഈ കണ്ടതെല്ലാം വളരെ ജൈവികമായിട്ടുള്ള പ്രത്യേകതകളാണ്. വളരെ നാച്ചുറൽ ആയിട്ട് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് കുട്ടിയെ പറഞ്ഞ് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കണം. നമ്മളും അത് അക്സെപ്റ്റ് ചെയ്യണം. ഒരു പക്ഷെ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളായിട്ടല്ലായിരിക്കാം നമ്മൾ വളർന്നത്. പക്ഷേ എങ്കില് ഈ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റം, അത്തരത്തിലുള്ള സ്വാധീനം നമ്മുടെ കുട്ടികളിൽ ശക്തമായിട്ട് ഉണ്ടെന്നും അപ്പൊ അതിനെ നമ്മൾ വളരെ ജൈവികമായിട്ടുള്ള ഈ പ്രത്യേകതകളോടും കൂടി ചേർന്നതാണ് നമ്മുടെ കുട്ടികളെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാം ഉൾക്കൊണ്ട് വളരാൻ ഇപ്പൊ കുട്ടികൾക്ക് എനിക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറയാവുന്ന ഒരു സ്പേസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കൈകളുടെ എല്ലാം പുറകെ അവർ പോവാനായിട്ടുള്ള ഒരു സാധ്യത ഇന്നത്തെ കാലഘട്ടത്തിൽ മുഖമില്ലാത്ത ബന്ധങ്ങളാണല്ലോ നമ്മൾ ഫേസ്ബുക്ക് എന്നൊക്കെ പേരുണ്ടെങ്കിലും ഫേസ് ഇല്ലാത്ത ബന്ധങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നത് 20,000 രൂപ രക്ഷിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു കുട്ടി ഒരു കുഞ്ഞു മുഖമുള്ള ഒരു സുന്ദരി പെൺകുച്ചിന് കൊടുത്തു എന്നുള്ളതാണ് കേസ്. അത് പോയി പിടിച്ചു വന്നപ്പോൾ അതൊരു 45 വയസ്സുള്ള സ്ത്രീയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള പ്രൊഫൈലുകളുടെ DP-കളൊക്കെ കുട്ടികൾ ഇങ്ങനെ വീണു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ അകത്ത് കുറെ അപ്പുറത്ത് ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നതെന്ന് അറിയാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടുമ്പോൾ എനിക്കൊരു തെറ്റു പറ്റിയെന്ന് പറയാനും അത് തിരുത്തപ്പെടാനും, അത് ജഡ്ജ് ചെയ്യാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തിരുത്തപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയും സാഹചര്യവും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? വെച്ചുകൊണ്ടിരിക്കുകയും ഗ്യാപ്പ് കൂട്ടുകയല്ല ചെയ്യുക. നമ്മളെ പോലുള്ള എക്സ്പേർട്സിന്റെ അടുത്ത് എത്രയും വേഗം പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാനിത് ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കണ്ടുവരുന്നത്, പലപ്പോഴും ഇവിടെ ദുർബലനായിട്ടുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ കുട്ടിയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ശരിക്കും അത് വിരൽ ചൂണ്ടുന്നത് ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലിയിലെ അതിന്റെ ഒരു കണ്ണി മാത്രമാണ് കുട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതായത് നമ്മുടെ ഫാമിലി തെറാപ്പി പറയുന്ന ഒരു കാര്യം, നമ്മുടെ വീട്ടിലൊരു ഡിസ്ഫങ്ഷനാലിറ്റി, നമ്മുടെ ഫാമിലിയിൽ ഒരു ഡിസ്ഫങ്ഷനാലിറ്റി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം റിഫ്ലക്ട് ചെയ്യുക അവിടുത്തെ ഏറ്റവും ദുർബലനായിട്ടുള്ള വ്യക്തിയിലായിരിക്കും. ഇപ്പൊ ഇരിക്കുന്ന കുട്ടിയാണ് നമ്മുടെ ഏറ്റവും ദുർബലമായിട്ടുള്ള മനസ്സുള്ള ഒരാള് ആ വീട്ടില്. അവര് നമ്മളെ പോലെ തന്നെ എന്താ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ടാക്കിൾ ചെയ്യാനോ അതിനെ സൂത്രത്തിൽ ഒളിപ്പിക്കാനോ അവർക്ക് അറിയാൻ പാടില്ല. അവർക്ക് അറിയാൻ പാടില്ലെന്ന് മാത്രമല്ല, കടുത്ത ഈ ഒരു ഇമോഷണൽ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് അവരത് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ
ഒരു പ്രതിഫലനം ആയിരിക്കാം ഒരു പക്ഷേങ്കില് ഈ കുട്ടിയിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യുക. പക്ഷെ നമുക്കിവിടെ ഒരു ഇരയെ കിട്ടി, നമ്മൾ കുട്ടിയാണെന്ന് പറയുന്നതാവാം. ഏതൊരു ബന്ധവും സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ 3 കാര്യങ്ങൾ അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്ന്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. 2, അതിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇന്റിമസി അതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇമോഷണൽ ഇന്റിമസിയും ഉണ്ടാകേണ്ടതുണ്ട്, ഫിസിക്കൽ ഇന്റിമസിയും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ തൊട്ടിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായി എന്നുകൂടി നമ്മളൊന്ന് നോക്കണം. ഇമോഷണൽ ഇന്റിമസി, നമ്മുടെ ഫിസിക്കൽ ഇന്റിമസി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ ബന്ധങ്ങളിൽ പരസ്പരമുള്ള കമ്മിറ്റ്മെന്റ്. ഈ 4 ഫാക്ടേഴ്സ് ആണ് ഏതൊരു ബന്ധത്തെയും ഉറപ്പിക്കുന്ന 4 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇത് എല്ലാ ബന്ധത്തിലും, ഇത് അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധമാവട്ടെ, നമ്മുടെ ഓഫീസിലുള്ള ബന്ധങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആകട്ടെ, ഈ 4 ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു ബന്ധം നന്നായിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ഒന്ന്, അവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. 2 ഇമോഷണൽ ഇന്റിമസി ഉണ്ടായിരിക്കണം. 3 ഫിസിക്കൽ ഇന്റിമസി ഉണ്ടായിരിക്കണം. 4 അതിൻ്റെ അകത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് അസസ് ചെയ്യുകയും അത് പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങൾ എടുക്കുകയും അത് മോശമാകുന്ന സാഹചര്യത്തിൽ മോശമാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ പിന്നെ കുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പ്രായത്തിൽ ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള മാറ്റാണ്. ഇതെല്ലാം നമുക്ക് സംഭവിക്കും. ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പൊ ഈ മാറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ സപ്പോർട്ട് സിസ്റ്റത്തെ കൂടുതൽ വിപുലപ്പെടുത്തുകയും, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്ന സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ വീട് തന്നെയാണ്. നമ്മൾ ഈ ട്രപ്പീസ് കളിക്കാർ, സർക്കസിലെ ട്രപ്പീസ് കളിക്കാർ ഇങ്ങനെ ചാടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ അവരെ അത്ഭുതത്തോടും ആദരത്തോടും ഒക്കെ നോക്കും. പക്ഷേ എങ്കില് അവരെ ഈ ചാടാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് താഴെ കെട്ടിയിട്ടുള്ള നെറ്റാണ്. അവർക്ക് ഉറപ്പുണ്ട് ഈ നെറ്റ് ഇവിടെ ഉണ്ടെന്ന്, ഞങ്ങൾ വീണാല് പിടിക്കാവുന്ന ഒരു സംവിധാനം താഴെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഇവർ ഈ ചാടി മറിയുന്നത്. ഇതുപോലെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഈ പറയുന്ന നെറ്റ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്, നമ്മുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യുക. കുട്ടികൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ് ഉള്ളത് കൊണ്ടാണ്, ഈ വെയിൽ കൊണ്ടാണ് നമ്മൾ ഈ തണലത്തിരിക്കുന്നതെന്ന് പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെറുതിലേ മുതൽ കുട്ടികൾക്ക് അത്തരം കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ സംസാരിക്കേണ്ടത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശീലാക്കാനായിട്ട് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. നമ്മളും അതിനെക്കുറിച്ചിട്ട് ബോധ്യപ്പെടണം. പരാതികളും പരിഭവങ്ങളും മാറ്റി വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളെ, നേട്ടങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനും ഉറങ്ങാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് നമ്മളെ ഒരുപാട് സഹായിക്കും. പിന്നെ എന്താണ്, ജീവിതമാവുമ്പോൾ പരാജയങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായേക്കും. ആ പരാജയങ്ങളിൽ സ്റ്റക്ക് ആവാതെ അതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്തരത്തിലുള്ള ഒരു ഒരു ഇൻസൈറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളും പരിശീലിക്കേണ്ടത്, കുട്ടികളെയും പരിശീലിപ്പിക്കേണ്ടത്. എനിക്ക് ഇന്നൊരു വിഷമം ഉണ്ടായി എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു പിന്നെ എന്താ പറയാ വീട് അന്തരീക്ഷം നമ്മൾ പരിശീലിപ്പിക്കണം. എനിക്ക് ഇന്ന് പരാജയം ഉണ്ടായി എന്ന് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞ് പരിശീലിപ്പിക്കുമ്പോഴാണ് കുട്ടികൾക്കും അത് പറയാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക. അപ്പൊ ഈ ആൺകുട്ടികളെ കുറിച്ച് നമ്മളിപ്പോ ഈ ഒരു വലിയ അതിക്രമങ്ങളൊക്കെ വരുമ്പോൾ ഈ ആൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതിന്റെ തുടക്കം എവിടെന്നാന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ പറയുന്നില്ല. നമ്മൾ വീരഗാഥകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്നുള്ളതാണ് കണ്ടെത്തിയ ഒരു കാര്യം. ഞാൻ ഇത്രാം ക്ലാസ്സിൽ ഇത്ര അച്ചീവ് ചെയ്തു, ഞാൻ നടന്നു പഠിച്ചു, ഞാൻ അവിടെ പോയി ഇവിടെ പോയി. അതിന് പകരം എനിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പരാജയങ്ങൾ ഉണ്ടാവും, നമ്മൾ പക്ഷെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വീടുകൾ തീർച്ചയായിട്ടും സജ്ജമാകേണ്ടതുണ്ട്. വിജയിച്ചവരുടെ ചരിത്രം മാത്രമല്ല, പരാജയപ്പെട്ടവരുടെയും കൂടെ കഥയാണ് ജീവിതം എന്ന് കുട്ടികളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുകയും നമ്മളും അത് അല്ലെങ്കിൽ നമുക്ക് അടുത്ത രീതിയിൽ നമ്മൾ പരാജയ ബോധമൊക്കെ നമ്മൾ അലട്ടിന്നിരിക്കും. അപ്പോഴാണ് നമ്മൾ കടമൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി എനിക്ക് രക്ഷയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോവാനൊക്കെ ശ്രമിക്കുക. അപ്പൊ ഇതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതും കൂടി നമ്മളൊരു പരാജയം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ലേണിംഗ് കൂടി നമ്മൾ
പഠിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സജീവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു അവർക്ക് ഫിസിക്കലി ഭയങ്കരമായിട്ട് എനർജി ഫോം ചെയ്യുന്ന ഒരു പ്രായമാണിത്. വീഡിയോ ഗെയിമിലൊന്നും അല്ല കുട്ടികൾ ഇരിക്കേണ്ടത്. അവരെ കളിസ്ഥലങ്ങളിലേക്ക് വിടണം. ശൂന്യമായ കളിയിടങ്ങൾ നമ്മൾ നിറയ്ക്കണം. നമ്മൾ തന്നെ അവരെ മുൻകൈ എടുത്തിട്ട് ഇത്തരത്തിലുള്ള കളിയിടങ്ങളിലേക്ക് വിടുകയും അവരെ അത്തരത്തിലുള്ള അവരുടെ എനർജി ആരോഗ്യപരമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് നമ്മൾ അവരെ സേവന സജ്ജരാക്കുക എന്നുള്ളതാണ്. ചുറ്റുപാട് നടക്കുന്നത് എന്തെല്ലാമാണ്, ചുറ്റുപാടും എത്രയോ അശരണരായ നമ്മളെക്കാളും എത്രയോ പിന്നിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടെന്നും അവർക്കും നമുക്കുള്ളത് പോലെ തന്നെ നന്നായി ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെന്നും അതിനേക്കാൾ എത്രയോ മേലെയാണ് നമ്മളെന്നും അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുമുള്ള ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കുന്ന രീതിയിലായിട്ടുള്ള സാമൂഹ്യ സന്ദർശനങ്ങൾ, അത് വൃദ്ധസദനമാകട്ടെ അല്ലെങ്കിൽ ആതുരാലയങ്ങളാകട്ടെ ഈവൻ ക്യാൻസർ വാർഡുകളാകട്ടെ, അവിടെയൊക്കെ നമ്മൾ ഇവരെയും കൊണ്ട് പോകണം. നമ്മൾ ടൂറ് പോവൽ മാത്രമല്ല, നേരിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഘോഷങ്ങൾ മാത്രമൊന്നുമല്ല ജീവിതം. അതിൻ്റെ അകത്ത് ഇത്ര 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 നമ്മുടെ സേവനം ആഗ്രഹിക്കുന്ന ഇത്ര മനുഷ്യരുണ്ടെന്ന് സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിപ്പിച്ചെടുക്കുമ്പോഴാണ് അവരിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നോളേജ് അക്വയർ ചെയ്യാൻ മാത്രമാണ് അവരെ പഠിപ്പിക്കുന്നത്. പകരം അവരെ വിസ്ഡത്തിലേക്ക് നമ്മൾ നയിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വിസ്ഡം പ്രൊവൈഡ് ചെയ്യാവുന്ന സാമൂഹ്യ സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയും അതിലേക്ക് അവരെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോ അവര് മോശം മോഡലുകളെ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് നന്മകളെയും കൂടി നമ്മൾ ചേർത്ത് പിടിക്കണം. അത്തരത്തിലുള്ള സാമൂഹ്യമായിട്ട് നന്മകൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളെ അവർക്ക് ലൈവായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അങ്ങനെയൊക്കെയാണ് നമുക്കും അപ്പൊ നമ്മുടെ നേട്ടങ്ങളിൽ നമുക്കും അത് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളെ കുറിച്ചിട്ട് നമുക്കും ഒരുപാട് എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്കും ഉണ്ടാവും. ഇപ്പൊ കുട്ടികളെ ശരി തെറ്റുകളെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ഫോർമേഷനിലാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. സമൂഹത്തിന്റെ ശരി എന്റെ ശരി അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ പോവാതെ വളരെ ഗൗരവമായിട്ട് തന്നെ ശരി തെറ്റുകളെ കുറിച്ച് സമൂഹത്തിലെ നന്മ തിന്മകളെ കുറിച്ച് ഒരു അവബോധം കുട്ടികൾക്ക്, ഇതിനെയാണ് നമ്മൾ മുമ്പ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വാല്യൂ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും അക്കാദമിക് എഡ്യൂക്കേഷൻ മാത്രം പോരാ, നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം ആക്കണം. വിസ്ഡം ഉള്ളവരായി ഈ സമൂഹത്തിലേക്ക് ഏറ്റവും നന്മ പ്രകാശിപ്പിക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ ഖലീൽ ജിബ്രാൻ പറയുന്ന പോലെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളല്ല, അവർ ഈ സമൂഹത്തിന്റെ ഒരു ഉൽപ്പന്നമായി മാറേണ്ടതാണ്. എത്രയോ പേരിലേക്ക് നന്മ ഉണ്ടാക്കാൻ പോരുന്ന ആളുകളാണ് ഇവരെന്ന് പറയുന്ന ഉത്തമ ബോധ്യത്തോടു കൂടി അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ വളർത്താൻ, അവരെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളാണ് നമ്മൾ കൈ കരുതേണ്ടത്. അല്ലാതെ അവരെ ജഡ്ജ് ചെയ്യാനും അവരെ എന്താ പറയാ മറ്റു തരത്തിലേക്ക് അവരെ നിരന്തരം വിലയിരുത്തലല്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പകരം അവരുടെ ഓരോ വീഴ്ചകളിലും താങ്ങായി നിൽക്കുകയും കൂട്ടായി ചേരുകയും നമുക്കും വരുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാരന്റിങ്ങിന് പ്രത്യേകിച്ച് കോഴ്സ് ഒന്നും വെച്ചിട്ടല്ല നമ്മൾ എന്താ പറയാ പാരന്റ് ആകുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 3 പേരാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നു, ഒരച്ഛൻ സൃഷ്ടിക്കപ്പെടുന്നു, ഒരമ്മ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കും ഇതൊരു പുതിയ അനുഭവമാണ്. അപ്പൊ കുട്ടി വളരുന്നതോടുകൂടി നമ്മളും വളരേണ്ടതുണ്ട്. ഇതൊരു നിരന്തരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇത് എത്ര കാലം തുടരുമെന്ന് പറയുന്നത് കുട്ടി നമ്മുടെ വിസ്ഡം ലെവലിലേക്ക് വരുന്നത് വരെ ഇത് തുടരണം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലേക്ക് കുട്ടിയെ പ്രാപ്തമാക്കാനായിട്ട് നമ്മൾ ഒരുങ്ങണം, ഉറപ്പായിട്ടും കുട്ടി ഒരുങ്ങണം. അപ്പൊ ഈ സാമൂഹ്യ ഇടങ്ങൾ തിരിച്ചറിയുക, വളരെ എന്താ പറയാ വളരെ സന്തോഷം നൽകുന്ന ഇടങ്ങളായിട്ട്, നമ്മുടെ ട്രസ്റ്റി ആയിട്ടുള്ള ഇടങ്ങളായിട്ട് വീടുകൾ മാറുക, വിദ്യാലയങ്ങൾ മാറുക എന്നുള്ളതാണ്. തികഞ്ഞ സഹിഷ്ണുതയോടെ അവരെ ഉൾക്കൊള്ളാനും ഈ പറയുന്ന പ്രത്യേകതകളെല്ലാം ചേർന്നതാണ് കുട്ടികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാനാവുമ്പോഴാണ് നല്ലൊരു പാരന്റിങ്ങും നല്ലൊരു അധ്യാപക വൃന്ദവും നല്ലൊരു കൗമാരക്കാരും ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കൗമാരക്കാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്ന
വിഷയങ്ങളുടെ ഒരു പരിച്ഛേദം മാത്രമാണ് കുട്ടികളിൽ കാണുന്നതെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഉറപ്പായിട്ടും. അപ്പൊ അതിനോട് അതിനോട് പൂർണ്ണമായിട്ടും സഹകരിച്ചുകൊണ്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഈ വലിയ വൃക്ഷത്തിന്റെ തണലുമലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളെ ടെസ്റ്റോസ്റ്റെറോണിനെ പറ്റിയും ഈസ്ട്രജനെ ഒക്കെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഉൽപാദനം വളരെ കുറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അച്ഛനിലും അമ്മയിലും. അതുകൊണ്ട് തന്നെ ഈ ആവേശവും ഒന്നും അവർക്ക് ഉണ്ടാവില്ല. പകരം അവർ ക്ഷീണിതരായതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഇറിറ്റബിൾ ആയിരിക്കും. നമ്മുടെ വാശികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വലിയ ഇമോഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും അവരുടെ പിന്തുണ കിട്ടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പകരം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും എനിക്കുണ്ട് എന്നുള്ളതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ രക്ഷിതാക്കൾ. അവരെ ബഹുമാനിക്കാൻ നമ്മളും പഠിക്കണം. അതുകൊണ്ടാണ് മാധവിക്കുട്ടി പറഞ്ഞത് എന്തെന്ന്, ഒരമ്മ മധ്യവയസ്കയാവുമ്പോ മുഖത്തും കൈകളിലും കഴുത്തിലും ഒന്ന് ചുളിവ് വീഴുമ്പോഴല്ല, കൗമാരക്കാരായ കുട്ടി അവരോട് കയർത്തു തുടങ്ങുമ്പോഴാണ് തീർച്ചയായിട്ടും അവർ മധ്യവയസ്കരാകുന്നു വളരെ വേദനയോടെ. ഇനി എൻ്റെ കൂടെ അമ്മ വരണ്ട എന്ന് പറയുന്ന അവഗണനയുടെ കൊടും ചൂടിലാണ് അവർ മധ്യവയസ്കരാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഡിൽ ഏജ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഇത് നമുക്ക് ബാധകമാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ശിവകാശിയിൽ ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് തീ പിടിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിലൊരു 5 കുട്ടികളെങ്കിലും ഉണ്ടാവും. ഇവര് വളരെ കൃത്യമായിട്ട് നമുക്ക് വിദ്യാഭ്യാസം നൽകുന്നു, നമുക്ക് വേണ്ട പാർപ്പിടം നൽകുന്നു, വസ്ത്രം നൽകുന്നു, ഭക്ഷണം നൽകുന്നു. ഇതിനൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ബോധ്യം കുട്ടികൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഈ നെറ്റ് ഉള്ളതിന്റെ ബലത്തിലാണ് നമ്മളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്ക് തീർച്ചയായിട്ടും കുട്ടികളും വരേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് നൽകിക്കൊണ്ടുള്ള ഒരു ആശയവിനിമയ രീതിയും ഇമോഷണൽ കൺട്രോളും ഒക്കെ ഉണ്ടായി നമ്മുടെ വീടകങ്ങൾ ഏറ്റവും സൗഹൃദപരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. നന്ദി. ഫീഡ്ബാക്ക് തരാൻ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ചാറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം ഒരു ഫീഡ്ബാക്ക് പോസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ചോദ്യം നന്നായിട്ട് പറഞ്ഞു. ഇറ്റ് വാസ് എ ഗുഡ് ഷോ. ഞാൻ ഇത്തിരി വൈകിട്ടാ കയറിയത്, എന്നാലും പറഞ്ഞത് നല്ല ഫ്ലോയില് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു ജ്യോതി മാം, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മള് കുറെ നാൾക്ക് ശേഷം കണ്ടതിൽ തന്നെ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ വളരെ ഫ്ലോലെസ് ആയിട്ട് പറഞ്ഞു. ഇറ്റ് വാസ് അമേസിങ്. താങ്ക് യു. വേറെ ആരെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചേച്ചി നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഞാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടി കയറിയൊരു ക്ലാസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ആ സ്പീച്ച് ക്രാഫ്റ്റിന്റെ ഫൈനൽ പ്രസന്റേഷന്റെ തലേ ദിവസം നമ്മൾ രണ്ടുപേരും ടെൻഷൻ അടിച്ചിരുന്നപ്പോ ചേച്ചി എന്നെ മോട്ടിവേറ്റ് ചെയ്തു, ഞാൻ തിരിച്ചും എന്തൊക്കെയോ പറഞ്ഞു തന്നു. എന്നിട്ട് നമ്മൾ പക്ഷെ അതിന്റെ ഫൈനൽ പ്രസന്റേഷനിൽ സന്ധ്യ മാം പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ ചേച്ചി, പക്ഷെ അതാണ് ഞാൻ ഈ ത്രൂ ഔട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരാള് ചേച്ചിയായിരുന്നു. വളരെയധികം കോൺഫിഡൻസോട് കൂടി ചേച്ചി ആ ഫസ്റ്റ് പ്രസന്റേഷനും ലാസ്റ്റ് പ്രസന്റേഷനും തമ്മിൽ നല്ലൊരു മാറ്റം വന്നു എന്നാണ് സന്ധ്യ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തി ഇത്രയും നാള്, ഒരു വർഷം കഴിഞ്ഞിട്ട്, ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴും ചേച്ചിക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒട്ടും താഴേക്ക് പോയിട്ടില്ല. ആ അറ്റൻഡ് ചെയ്ത നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഒരു ബെനിഫിറ്റ് തന്നെയായിരിക്കും അത്. പക്ഷെ ഭയങ്കര കോൺഫിഡൻസോട് കൂടി ചേച്ചി നന്നായിട്ട് ക്ലാസ് എടുത്തു. ഭയങ്കര കാമായിരുന്നു. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു കോളേജിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ഒരു ഇപ്പം നമ്മൾ കൂടുതലും അതെ ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ഓറിയന്റേഷന് വിളിക്കുന്ന കോളേജ് എന്ന് പറയുന്ന മഹാരാജാസ് ആണ്. അവിടെ നമ്മൾ കൊടുക്കാറുണ്ട് പോളിടെക്നിക്ക്. അപ്പോ അവിടെയൊക്കെയാണ് നമ്മൾ ക്ഷണിക്കുമ്പോ നമ്മൾ പോയിട്ട് സെഷൻ കൊടുക്കുക. പിന്നെ അതെ ആ ഒരു ഏജിൽ ഉള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു ക്ലാസ് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ആയിരിക്കും. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇനി വരുന്ന ഓരോ കേസുകൾക്ക് നമുക്ക് ചേച്ചി റെഫർ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. സോ അടിപൊളി ക്ലാസ് ആയിരുന്നു. എനിക്കും ഭയങ്കര പ്രൗഡാണ്. കാരണം എൻ്റെ ഒരു 3 ദിവസമാണെങ്കിൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്നല്ലോ. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ ദി ടൈം. താങ്ക് യു ചേച്ചി. Thank you, Vandana. Right. Thank you so much, Jyoti ma'am, for that insightful session. It was an eye-opener for all of us, especially in understanding how sensitive and strong teenage minds can be when guided properly.
Your words have surely sparked a fresh awareness among us as parents, teachers, and mentors. Skills Sprint 2025 is proud to have hosted you today. I invite JC Savit to invoke the vote of thanks. Good morning. On behalf of JCA Tripraya and entire Skills Sprint 2025, I extended my heartfelt thanks to Ms. Jyoti Dinesh for the wonderful and thoughtful provoking session in stress management. Your knowledge, experience, and empathetic delivery have given us new ways to approach and support our younger generation. Thank you for sharing practical techniques and reminding us how listening and understanding can change these. A special thanks to all attendees, our tech team and organizing committee, especially our President JC Krishna, Secretary JC Abhishek, Treasurer Ankit, and VP Training JC Sitesh for making this session a grand success. Looking forward to meet you all next Sunday with another powerful session. Till then, let's continue, learn, grow, and empower. Thank you. Thank you. So the learning never stops. See you next week for the next sprint. Thank you. Thank you, madam.